ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് ഒരു കുട്ടി മീഷോ ഹോളാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിന് ആവശ്യമായ കുറച്ച് സംഭവങ്ങളും പിന്നെ കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമന്റ് കൂടി ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അപ്പൊ ഇതാ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടാ. ഒരു മണി പ്ലാന്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഇത് ടോട്ടലി രണ്ട് പീസ് ഉണ്ട് കേട്ടാ. ഏകദേശം 1 മീറ്ററിന്റെ അടുത്തോളം ലെങ്ത് ഉണ്ട്. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് നല്ല ഡെക്കോർ ഐറ്റം ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പൊ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മണി പ്ലാന്റ് പോലത്തെ ഈ ഒരു വള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഈ വോളിലെല്ലാം ഹാങ് ചെയ്തിട്ടും ചെറിയ എന്തെങ്കിലും ബോട്ടിലെല്ലാം ഇങ്ങനെ ഫിക്സ് ആക്കിയിട്ട് ഹാങ് ചെയ്താലും എല്ലാം നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ 2 ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 2 പീസായിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ 2 പീസ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റ പീസായിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയില്ലല്ലോ. ഇതിങ്ങനെ 2 എണ്ണം കാണുമ്പോൾ നല്ല നീറ്റുണ്ട്. ഇതേപോലത്തെ 2 പീസായിട്ടാണ് കേട്ടോ. അപ്പൊ ഈ 2 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുണ്ട്. അപ്പം ഏകദേശം 1 മീറ്ററോളം ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു 96 സെന്റിമീറ്റർ എന്നാ മറ്റാന്ന് അതിൽ കണ്ടത്. ഏകദേശം അത്രയും ലെങ്ത് ഉണ്ട് കണ്ടോ. അപ്പൊ ഇത് നല്ലൊരു അടിപൊളി വോൾ ഡെക്കോർ ആയിട്ടെല്ലാം യൂസ് ആക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഇതിന്റെ റീസെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാണാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും എന്താണെന്ന്. ഇത് നമ്മുടെ ഫേസ് റോളറാണ്. ഇതിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്തെടുക്കാം. ഇവിടെ കണ്ട ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ക്ലോസ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടയാവുമല്ലോ. അപ്പൊ ഇതിങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് റോൾ ചെയ്യുന്നതായിരിക്കും ഫേസിന് ഏറ്റവും നല്ലത്. എനിക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ എൻ്റെ സ്കിന്നിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, റെഡ് കളർ ആവലുണ്ട്. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ രാവിലത്തെ ആ ഒരു ഡൾനെസ്സും ആ ഒരു പഫ്നെസ്സും എല്ലാം മാറിക്കിട്ടും. നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ആക്കാം. ഇതിൽ വെള്ളം മാത്രമല്ല ബീട്രൂട്ട്, കക്കിരി എല്ലാം ജ്യൂസ് ആക്കിയിട്ടെല്ലാം വെച്ചിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ ഒരു സ്കാർഫ് ബ്രഷാണ്. അപ്പോൾ നമുക്കിത് ഷാമ്പു യൂസ് ചെയ്തിട്ടും എല്ലാം നമുക്ക് നമ്മുടെ സ്കാർഫ് നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന്റെ ലിഡെല്ലാം കണ്ട നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കണ്ട നല്ലൊരു ബ്രഷാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ തല മസാജ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇതിങ്ങനെ കണ്ട ഇതിങ്ങനെ ഫിക്സ് ആക്കി കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിനെ കൂടെ നമ്മൾ സ്കാർഫ് ഇങ്ങനെ ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്ന ടൈമെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. നമ്മുടെ ഇത് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ സ്കാർഫെല്ലാം എപ്പോഴും നമ്മൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി നമ്മുടെ ആ ഒരു ഹെയർ ഫോളെല്ലാം നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതും. ഇനി നമുക്ക് നാലാമത്തെ ഒരു പ്രൊഡക്റ്റ് കാണാം. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ തൃപ്തിയാവാത്തൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലത്തെ ആ ഒരു സ്കാർഫ് ക്ലീനർ തന്നെയാണ് ഇത്. അപ്പൊ ഇത് കുട്ടികളതാണ് കണ്ട. ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ സൈസ്. ഞാനിത് ഇത്രയും നല്ല പ്രതീക്ഷിച്ചത്. അപ്പൊ വന്നപ്പോ ഇത്രയേ ഉള്ളൂ സൈസ്. ഇതിന് 120 ആ ഒരു റേഞ്ചിൽ പ്രൈസ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൈസിന് ഇത് അത്ര വലിയ ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ബേബീസിനെല്ലാം സ്കാർഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് പിന്നെ ഷോപ്പിലൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ ശരിക്കും പ്രൈസിന് എത്രയായിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ ഓൺലൈനിൽ 120 ആ ഒരു ലെവലിലാണ് കണ്ടത്.
അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രൈസിന് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ഭയങ്കര സൈസ് ഭയങ്കര ചെറുതാണെന്ന് കാണുന്നില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു ഇത് കുട്ടികൾക്ക് കുറച്ച് സ്കാർപ്പെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത പോലത്തെ ഒരു സംഭവമാണ്. എന്നാലും കുറച്ച് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികളുടെ സ്കാർപ്പെല്ലാം നല്ല രീതിക്ക് നമുക്ക് കൈ വെച്ച് റബ്ബ് ചെയ്താൽ എങ്ങനെ ആയാലും ക്ലീൻ ആവില്ലല്ലോ. അതുകൊണ്ട് ഷാമ്പെല്ലാം യൂസ് ആക്കുന്ന സമയത്ത് ഞാൻ അധികം യൂസ് ആക്കി കൊടുക്കുന്നുണ്ട് മോക്കെല്ലാം. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയോണ്ടാണ് റിട്ടേൺ ചെയ്യാണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് കാണാം. ഇനി ഇതാണ് കേട്ടോ, 5 പീസ് ഓഫ് സെറ്റ്. ഇത് ചെറിയൊരു ബോക്സ് ആണ്. ബോക്സ് എല്ലാം ഒരു 5 പീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ 5 പീസ് ഉണ്ട് ടോട്ടല്. പിന്നെ ഇതേ ഒരു 5 സെറ്റുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. 1 2 3 4 5. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലാത്തിനും പ്രൈസും കോഡും എല്ലാം താഴെ കൊടുക്കുക. ഇവിടെ സൈഡിൽ പ്രൈസ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബോക്സ്. അപ്പോൾ ഇതും ഞാൻ ഇതിനേക്കാളും കുറച്ച് വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഭയങ്കര ചെറുതായിപ്പോയി. എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ബോക്സ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മോളുടെ കളിക്കുന്ന ആ ഒരു കാർഡെല്ലാം ഇട്ട് വെക്കാനാണ് യൂസ് ആക്കല്. എന്താ സിബെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ സിബിൻ്റെ ഇവിടുത്തെ സ്റ്റിച്ച് ഇളകിയിട്ട് ഞാനൊരു സേഫ്റ്റി പിന്നി വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് അധികം ഇങ്ങനെ ഓപ്പണായിട്ട് കളിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ വേറെ സിബിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ സ്റ്റിച്ച് ഒന്ന് ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികളിലുള്ള വീട്ടിലാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒന്നിൽ സോക്സ്, ഒന്നിൽ ഹെയർ ബാൻഡ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കൽ. നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് ആണ്. ഇത്ര സമയം ഞാൻ കാണിച്ചത് ഫുൾ മീഷോ എന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് കണ്ട് വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് നല്ല അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഇതില്ലാണ്ട് എനിക്ക് ആവില്ല ഗൈസ്. നമ്മുടെ സ്കാർഫെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മൾ സ്കാർഫെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വാർഡ്രോബിൽ അത്രയും സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ട അത്രയും നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കളറും എല്ലാം മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടാണ്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുക്കുക. നിങ്ങൾ എന്തായാലും കമന്റ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.